ലാർജസ്റ്റ് ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ബൈബിറ്റിനകത്ത് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ബൈബിറ്റിലൊരു അക്കൗണ്ട് എടുത്തതിന് ശേഷം നമ്മളതിനകത്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഹോം പേജ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഹോം പേജിനകത്ത് നമുക്ക് ട്രേഡിംഗ് ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ, അതായത് P2P വഴിയോ അല്ലെങ്കിൽ മറ്റൊരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിൽ നിന്നോ വാലറ്റിൽ നിന്നോ നമ്മുടെ ബൈബിറ്റിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ട് വന്ന് കിടക്കുന്നത് അസറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് ഫണ്ടിങ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും. ഇപ്പം നിലവിൽ അതിനകത്ത് ഫണ്ട് ഇല്ല. നമ്മളതൊരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഫണ്ടിങ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് USDT ആണെങ്കിൽ USDT എന്നായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ USDTനെ നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ട്രാൻസ്ഫർ ഓപ്ഷൻ എടുത്തിട്ട് ഇതിനകത്തിപ്പോൾ യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ്. അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അതിനകത്ത് BTC എന്നുള്ളതാണെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ USDT എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എത്ര ഫണ്ടാണോ നമ്മളിവിടെ വേണ്ടത്, $100 ആണെങ്കിൽ $100, $1000 ആണെങ്കിൽ $1000 എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്ഫർ കൺഫേം ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും താഴെ മാർക്കറ്റ്സ്, ഹോം കഴിഞ്ഞാൽ മാർക്കറ്റ്സ്, ഡെറിവേറ്റീവ്സ്, ട്രേഡ്, അസറ്റ്, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഡെറിവേറ്റീവ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പെർപ്പച്വൽ, ഏറ്റവും ടോപ്പിൽ പെർപ്പച്വൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ഇത്രയും ഉണ്ടാവുക. ഓപ്ഷൻ ട്രേഡ് നമ്മളിപ്പോൾ നിലവിൽ നോക്കുന്നില്ല. പെർപ്പച്വലും ഫ്യൂച്ചറും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. അതിനകത്ത് ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഫ്യൂച്ചറിലാവുമ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, പെർപ്പച്വലാവുമ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏത് ട്രേഡിംഗ് പെയറാണ് ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ETH USDT ആണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. BTCയിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നോർമലി നമ്മൾ BTCയിലാണ് ട്രേഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതവിടെ സെലക്ട് ചെയ്തിട്ട് BTC USDT എന്ന് സെലക്ട് ചെയ്യാം. അത് വേറെ ഏതെങ്കിലും കോയിൻ ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോൾ ആണെങ്കിൽ സോൾ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ നിലവിൽ BTC USDT ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ഐസൊലേറ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഐസൊലേറ്റഡിൽ നമുക്ക് ക്രോസ് മാർജിനും പോർട്ട്ഫോളിയോ മാർജിനും ഉണ്ടാവും. നോർമലി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഐസൊലേറ്റഡ് മാർജിനിലാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഐസൊലേറ്റഡ് മാർജിൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഇപ്പോൾ അത് സെലക്റ്റഡ് ആണ്, അതുകൊണ്ടാണത് അവിടെ കൺഫേം വരാത്തത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ട്രേഡിങ്ങിൽ അതിൻ്റെ ലിവറേജ് എത്രയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ലിവറേജ് 10 ആണ് നമ്മൾ നോർമലി 10x എബോവ് പോകാത്ത രീതിയിൽ നോക്കുക. 10, 5 ഒക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, 10x നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. നോർമൽ ഒരു 10x സെലക്ട് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ എത്രയാണോ ആവശ്യമുള്ളത് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവൈലബിൾ ബാലൻസിൽ ഇവിടെ ഇപ്പോൾ 0 USDT എന്നുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കാണിക്കും. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മളവിടെ നേരത്തെ അസറ്റിൽ ഫണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അതൊന്നും കൂടി കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് അതിനകത്ത് തന്നെ പോയിട്ട് വീണ്ടും നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നിലവിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ 0 ബാലൻസ് കാണിക്കുന്നത്. അതിനുശേഷം ഉള്ളത് ഓപ്പൺ ക്ലോസ് എന്നുള്ള ഓപ്ഷനായിരിക്കും. അത് നോർമലി ഓപ്പൺ ആയിരിക്കും. സാധാരണ ഒരു അക്കൗണ്ടിൽ, പിന്നെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ ഓപ്പൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒന്നും ചെയ്യേണ്ടതില്ല അവിടെ. അതിനുശേഷം നമ്മളിവിടെ മാർക്കറ്റ്, ലിമിറ്റ് ഓർഡറുകളുണ്ട്. നമ്മൾ ഈ 2 ഓർഡറുകളെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നോക്കുന്നത്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ പ്രൈസ് അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് 68,783 ആണ്. അത് നമ്മളിവിടെ ഓർഡർ പ്രൈസ് എന്ന് പറയുന്നത് 68,700 നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 700 സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല 800 ആണെങ്കിൽ 800 നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രിഫർ ചെയ്യാം. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. നേരെ മറിച്ച് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് ഉള്ളത് ആ പ്രൈസ് അവിടെ സെലക്റ്റഡ് ആവും. അതുപോലെ തന്നെ ആ പ്രൈസിന് നമുക്ക് ഓർഡർ പ്ലേസ് ആവും. ഇതാണ് നോർമലി ചെയ്യുന്നത്. അതിനുശേഷം ഓർഡർ വാല്യൂ നമ്മളിപ്പോൾ നിലവിൽ നോക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പോൾ $100 ആണെങ്കിൽ 50% സെലക്ട് ചെയ്താൽ നമുക്ക് $50 ട്രേഡ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. നേരെ മറിച്ച് 100% സെലക്ട് ചെയ്യുകയാണെങ്കിൽ $100 ഓർഡർ ആയിരിക്കും അവിടെ പ്ലേസ് ആവുന്നത്. ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ താഴെ ഇവിടെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ സെലക്റ്റഡ് ആവും.
പിന്നെ ഇവിടെ TPSL ഉണ്ട്. അത് മാർക്കറ്റിലാണെങ്കിലാണ് ഈ TPSL നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മാർക്കറ്റിലാണെങ്കിലും ലിമിറ്റ് ആണെങ്കിലും TPSL സെലക്ട് ചെയ്ത് കൊടുക്കാം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് നേരത്തെ തന്നെ ഫിക്സ് ചെയ്യാം, എത്ര പ്രോഫിറ്റിൽ നമ്മുടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്, സ്റ്റോപ്പ് ലോസ് എത്ര വരണം എന്നുള്ളതും നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഏതാണ് നമ്മുടെ പോയിന്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ലോങ് അല്ലെങ്കിൽ ഓപ്പൺ ഷോർട്ട് എന്നുണ്ടാകും. നമുക്ക് ലോങ് ട്രേഡാണ് എടുക്കേണ്ടത്, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മുടെ പ്രഡിക്ഷൻ എന്നുണ്ടെങ്കിൽ ഓപ്പൺ ലോങ് കൊടുക്കാം. അതല്ല താഴോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളത് നമ്മുടെ പ്രഡിക്ഷൻ എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഷോർട്ട് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ ഓർഡർ ക്വാണ്ടിറ്റി ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അതൊന്നും വരാത്തത്. ജസ്റ്റ് ഒരു കൺഫേം ചെയ്യേണ്ട ഒരു വിൻഡോ കൂടി വരും, അത് കൺഫേം കൂടി. ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ കഴിഞ്ഞാൽ ഈ പൊസിഷൻസിൽ നമ്മുടെ ട്രേഡ് വന്നത് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പൊസിഷൻസിൽ വരും. ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അത് ട്രേഡും കാര്യങ്ങളും തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.